ആദ്യം തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വലിയ ചോദ്യം തന്നെയായിരുന്നു ഇത്. എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല? അതിൽ ഒരു ഒളിച്ചുകളിയുണ്ട്. SITക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു തുടങ്ങി ആരോപണ ശരങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയ കോളിടക്കം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല, അല്ലേ അനു? അവർക്കൊരു വലിയ ഒരു രാഷ്ട്രീയ ആയുധം കൂടെ കിട്ടിയിരിക്കുന്നു. കാരണം മന്ത്രിയായിരുന്ന കടകംപള്ളിയെയും മുൻ ദേവസ്വം ബോർഡ് PS പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഏറ്റവും പ്രധാനമായ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്കോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിക്കോ കാരണമായി പാർട്ടി തന്നെ വിലയിരുത്തുന്ന, അതിപ്പോൾ അത്രമേൽ ഏശിയിട്ടില്ല എന്നൊക്കെ MV ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിൽ കൂടി CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തരത്തിൽ തിരിച്ചടിയായി എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അടക്കം അത്തരം കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ ആ ഒരു സംഭവത്തിന്റെ തുടർച്ചയായി ഇപ്പോൾ മന്ത്രിയായിരുന്ന CPIഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ കടകംപള്ളിയെ ചോദ്യം ചെയ്തു മൊഴിയെടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ ആയുധം കിട്ടിയിരിക്കുന്നു. CPIഎമ്മിനെയും ഇടതുമുന്നണിയെയും സർക്കാരിനെയും സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയായി ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ശാമിനി, എന്തായാലും അതിനിർണായക നീക്കമാണ് SIT നടത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയുടെ മൊഴിയെടുത്തിരിക്കുന്നു എന്ന സ്ഥിരീകരണമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം PS പ്രശാന്തിന്റെയും വിഷയത്തിൽ മൊഴിയെടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ പ്രതിപക്ഷമടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, ആരോപണ ശരങ്ങൾ ഉണ്ടായിരുന്നു. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്താത്തതിൽ കുറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരാഴ്ച മുമ്പ് SIT കടകംപള്ളിയുടെ മൊഴിയെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത്. VS അനു തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നു. അതിനിർണായക നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കാം മൊഴിയുടെ വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അത് മൊഴിയെടുത്തിരിക്കുന്നു. പോറ്റിയുമായുള്ള ബന്ധങ്ങളിൽ, സ്വർണ്ണക്കൊള്ളയിൽ ആ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുന്നു. ഇവർ തമ്മിലുള്ള പോറ്റിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നോ? ഉദ്യോഗസ്ഥരുടെ ഈ നടപടി അത് അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്? തുടങ്ങി എല്ലാ കാര്യങ്ങളിലും SIT അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ SIT ഈ മൊഴിയും കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. കുറ്റമറ്റ രീതിയിൽ അവർ അന്വേഷണം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്കിൽ പോലും വൈകി എത്തിയിരിക്കുന്നു, കടകംപള്ളിയിലേക്ക് ചോദ്യം ചെയ്യൽ വൈകി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ കാണേണ്ടതുണ്ട്. എങ്കിലും മൊഴിയെടുത്തിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. SITയുടെ അതിനിർണായക നീക്കമുണ്ടായിരിക്കുന്നു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴിയെടുത്തിരിക്കുന്നു. ശനിയാഴ്ചയാണ് മൊഴിയെടുത്തിരിക്കുന്നത്. VS അനു തുടരുന്നുണ്ട്. അനു, ഈ കടകംപള്ളിയിലേക്കും PS പ്രശാന്തിലേക്കും എത്തുമ്പോൾ ഇനി നമ്മൾ CPM ആണ് സത്യത്തിൽ വളരെയധികം പ്രതിരോധത്തിലായിരിക്കുന്നത്. കാരണം ഇത് ചിത്രത്തിലേക്ക് തന്ത്രി അടക്കമുള്ളവർ വരുമ്പോൾ തീർച്ചയായും ഇത് ആ രീതിയിൽ തിരഞ്ഞെടുപ്പിലടക്കം ബാധിക്കുന്നില്ല, തദ്ദേശത്തിൽ ഇത് ചർച്ചയാവില്ല എന്ന നിലയിലൊക്കെ ആയിരുന്നു. അവർക്കൊരു ഈസി വാക്ക് ഓവർ ആയിരുന്നു ശരിക്കും ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നത്. ഇനി ഇത് ജനങ്ങളെ ബോധ്യത്തിലെടുക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ പാർട്ടി അത് തിരിച്ചറിയുന്നുണ്ട്. ചില ഈ പറയുന്ന അവലോകന യോഗങ്ങൾ നടക്കുമ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട്. ഇനി ഇതുകൂടെ ആകുമ്പോൾ, കടകംപള്ളി കൂടി ഈ ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ പാർട്ടിക്കത് എത്രമാത്രം പ്രതിരോധത്തിലാവും, പാർട്ടി എങ്ങനെ ഇത് വിശദീകരിക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ശ്യാമിലി, വളരെ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്കും പ്രതിരോധത്തിലേക്കും CPIഎമ്മും അതുകൂടാതെ തന്നെ ഇടതു മുന്നണിയും അതുകൂടാതെ സർക്കാർ നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ശബരിമല ഒരു വലിയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു എന്ന് മാത്രമല്ല, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളിൽ ഒരു കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ പത്മകുമാറിന്റെ നടപടി, അത്തരം കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് ഒരു വലിയ തിരിച്ചടിയായി തന്നെ കരുതുന്നു. ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി CPIഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം ചേർന്നപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശബരിമലയും ഒരു വിഷയമായി എന്നവർ പറയുന്നുണ്ട്. അത് അത്രമേൽ വലിയ വിഷയമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി വിഷയമായി എന്ന് CPM സമ്മതിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മൊഴിയെടുത്തു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ ആക്രമണം കൂടും. പ്രതിരോധത്തിന് ഇനി CPIഎം ഒക്കെ എന്തു പറയും? അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇത്
അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രി എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത് സ്വാഭാവിക നടപടിക്രമം കൂടെയാണ്. പക്ഷേ അത് രാഷ്ട്രീയമായി CPIM-നും സർക്കാരും വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ LDF യോഗവും അല്ലെങ്കിൽ CPI സെക്രട്ടേറിയറ്റ് ചേർന്നെടുത്ത തീരുമാനങ്ങൾ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളുമായി, അത് ജാഥയായിക്കോട്ടെ, ഗൃഹസമ്പർക്കം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ഈ CPIM പ്രവർത്തകരും പാർട്ടിയും സർക്കാരും ഇടതുമുന്നണിയും ഒക്കെ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ, തീരുമാനമെടുത്ത് നിൽക്കുമ്പോഴാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തു, മൊഴിയെടുത്തു എന്നുള്ള വാർത്ത കൂടെ പുറത്തു വരുന്നത്. സ്വാഭാവികമായും അത് വലിയ ഒരു പ്രതിരോധത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെയും CPIM-നെയും എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഒറ്റ കാര്യം, ഈ കാര്യം ചോദ്യം മൊഴിയെടുത്തതായോ മറ്റോ കടകംപള്ളിയുമായി നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? അദ്ദേഹം ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങളുണ്ടോ? അതുകൂടി. കടകംപള്ളിയുമായും അതുപോലെ തന്നെ PS പ്രശാന്തിന്റെ നമ്പറുകളിലേക്ക് ഫോൺ ചെയ്തെങ്കിലും ഫോൺ എടുക്കുന്നില്ല. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ശാന്തി, ശരി, എന്തായാലും സ്വാഭാവിക നടപടി എന്ന് പറയുമ്പോൾ തന്നെയും ഇത് വളരെ അസ്വാഭാവികമായി തന്നെയാണ് ഇവിടുത്തെ വോട്ടർമാരും ഇവിടുത്തെ ജനങ്ങളും ഒക്കെ കാണുന്നത്. അതിപ്പോൾ കടകംപള്ളി കൂടി ചിത്രത്തിലേക്ക് വരുമ്പോൾ അത്രയും അധികം അസ്വാഭാവികതയോടെ തന്നെയാണ്, സംശയാസ്പദവുമായി തന്നെയായിരിക്കും നാട്ടുകാരെല്ലാവരും ഇതിനെ കാണുക എന്നുള്ളതിലൊന്നും തർക്കമില്ല.